ഇന്ന് കേരളത്തിനെ നശിപ്പിക്കുന്ന ഒരു ഭീകരജീവിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവൂ. വ്യക്തമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ പച്ചപ്പിനെ കാർന്നു തിന്നുന്ന ഒരു ഭീകരജീവി, അജാറ്റിന ഫുലിക്ക എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ സ്നെയിൽ അഥവാ ആഫ്രിക്കൻ ഒച്ച്. രാത്രി 10 മണിക്ക് ശേഷം ഒരു ടോർച്ചുമെടുത്ത് നിങ്ങൾ പുറത്തോട്ട് പോയാൽ, നിങ്ങളുടെ പറമ്പിലേക്ക് പോയാൽ, ഇന്ത്യൻ ആർമി മാർച്ച് ചെയ്യുന്നത് പോലെ ചെറുതും വലുതുമായ ഒരുപാട് ആഫ്രിക്കൻ ഒച്ചുകളെ നിങ്ങൾക്ക് കാണാം. രാത്രി 12 മണിക്ക് ശേഷമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ താഴത്ത് കാണത്തില്ല, മറിച്ച് എല്ലാം ചെടിയുടെ മുകളിലായിരിക്കും. നമ്മുടെ കേരളത്തിലെ വാഴ, ചേന, ചേമ്പ്, വേപ്പില എന്നു വേണ്ട വളമായി ഉപയോഗിക്കുന്ന കൊന്നമരത്തിനു മേലെയും ഈ ഒച്ചുകളെ നമുക്ക് കാണാം. കേരളത്തിൻ്റെ പച്ചപ്പ് വളരെ പതുക്കെ അവർ കാർന്നു തിന്നുകയാണ്. ഒരു ആഫ്രിക്കൻ ഒച്ച്, അത് ആണായാലും പെണ്ണായാലും, 600 മുതൽ 800 വരെ മുട്ടകൾ ഒരു സീസണിൽ ഇട്ടാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ എത്ര മില്യൺ മുട്ടകളുണ്ടാവും? എത്ര മില്യൺ ആഫ്രിക്കൻ ഒച്ചുകൾ ഉണ്ടാവും? കേരളത്തിൽ ഈ ഒച്ചുകൾ എങ്ങനെ വന്നു? ചരിത്രം പറയുന്നത് 25 കൊല്ലങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിൽ നിന്നും പാലക്കാട്ടിലേക്ക് റിസർച്ച് നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. പക്ഷേ ആ റിസർച്ച് ഒരു ഫെയിലിയറായി മാറിയപ്പോൾ അവർ അതിനെ കളഞ്ഞു. അതായിരിക്കാം ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അന്യ ദേശങ്ങളിൽ നിന്ന് ടിമ്പർ മുതലായ ചെടികൾ, പ്ലാന്റുകൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൂടെയും വരാം. അതുമല്ലെങ്കിൽ ഒരു ഓർഗാനിക് വാർ അല്ലെങ്കിൽ ഓർഗാനിക് റെവല്യൂഷൻ, അതുമാവാം. ഇനി ഈ ഒച്ചിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ പഞ്ചായത്തിലോ കൃഷി ഓഫീസിലോ പോയാൽ വളരെ മനോഹരമായൊരു മറുപടി അവർ പറയും. എന്താണെന്നറിയോ? ഒച്ചിനെ ഉപ്പിട്ട് കൊല്ലാൻ. സംഗതി ശരിയാണ്, ഉപ്പിട്ട് കൊന്നാൽ അവർ ചാവും. പക്ഷേ ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഈ ഉപ്പ് പറമ്പിൽ വിതറിയാൽ എന്തു സംഭവിക്കും? അതറിയണമെങ്കിൽ നിങ്ങൾ പ്രായമേറിയ 70 വയസ്സോ 80 വയസ്സിന് മേലെയുള്ള ഒരു കർഷകനോട് ചോദിക്കൂ. അവർ പറയും, അടുത്ത 20 കൊല്ലത്തേക്ക് ആ പറമ്പിൽ ഒരു പുല്ല് പോലും മുളയ്ക്കത്തില്ല. വീണ്ടും ചെന്ന് പറയുമ്പോൾ അവർ വേറൊരു മറുപടി പറയും. അത് അതിലും രസകരം. ഒരു ബക്കറ്റിൽ ഒച്ചിനെ ശേഖരിച്ച് അതിൽ ഉപ്പിട്ട് വയ്ക്കാൻ. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രക്രിയയായിരിക്കും ഇത്. പിറ്റേ ദിവസം ഈ ഒച്ചിനെ കളയാൻ ആ ബക്കറ്റിൻ്റെ മൂടി തുറക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അത്രയ്ക്ക് വൃത്തികെട്ടൊരു സ്മെല്ലായിരിക്കും അത്. ഇനി ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് നമുക്ക് 2 ദോഷമുണ്ട്. ഒന്ന്, നമ്മുടെ പച്ചപ്പ് മുഴുവൻ അവൻ കാർന്നു തിന്നുന്നു. 2, അതിൻ്റെ സ്രവം അഥവാ ലിക്വിഡ്, അത് നമ്മുടെ മുറിവിൽ എവിടെയെങ്കിലും പറ്റിയാൽ മാനിഞ്ചൈറ്റിസ് എന്ന ഒരു സീരിയസ് ആയിട്ടുള്ള രോഗം നമ്മളെ ബാധിക്കും. അതിൻ്റെ വൈറസ് ലങ്സിൽ പ്രവേശിച്ച് നമ്മൾ ഉറങ്ങി ബ്രെയിൻ ഫീവറുമായി നമ്മൾ മരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി ഈ ആഫ്രിക്കൻ ഒച്ചിനെ എങ്ങനെ നശിപ്പിക്കാം? നിങ്ങളുടെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ എൻ്റെ കയ്യിലുണ്ട്. ഐഡിയ എൻ്റേതല്ല, നമ്മുടെ സൃഷ്ടികർത്താവിൻ്റെ. അദ്ദേഹം അണിയിച്ചൊരുക്കിയ ഒരു മനോഹരമായ മറ്റൊരു സൃഷ്ടി. അത് ഞാനല്ല, മറിച്ച് ആരാണ്? അതിനെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ എന്നെ ഫോളോ ചെയ്യൂ. ഞാൻ പറഞ്ഞു തരാം ആരാണ് ആ കില്ലർ. അദ്ദേഹത്തെ നിങ്ങൾ കില്ലർ എന്നോ ഡെസ്ട്രോയർ എന്നോ എലുമിനാറ്റി എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ അടുത്ത എപ്പിസോഡിൽ. ഹൂ ഈസ് ദ കില്ലർ?